ക്രൈം ഫയൽസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹോട്ടലിൽ ഇക്ക അടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കും. അവിടെ വന്ന് അദ്ദേഹത്തിന് പരാതി ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. SIയോട് തന്നെ ഒരാൾ സ്ഥിരമായി ഫോൺ ചെയ്ത് വധഭീഷണി മുഴക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അയാളുടെ പേരെന്താണെന്ന് പോലീസ് ചോദിക്കുന്നു. അയാളുടെ പേരും അഡ്രസ്സും താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇക്ക തന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ എടുത്ത് അയാളുടെ പേരും അഡ്രസ്സും വായിക്കുന്നു. ഷിജു, ചോലയിൽ വീട്, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം. അതാണിപ്പോൾ ഷിജുവിന്റെ ശരിയായ അഡ്രസ്സ്. പോലീസ് ആ പരാതി എടുക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ CI ഒരു ബിവറേജിന് മുമ്പിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു. കുറച്ച് കുപ്പികൾ ജനാലയുടെ ചില്ല് പൊടിച്ച് ആരോ എടുത്തോണ്ട് പോയിരിക്കുന്നു. ബിവറേജിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് കേസാക്കണമെന്ന് വലിയ നിർബന്ധം. പോലീസ് അത് വിട്ടുകളയാൻ പറയുന്നുണ്ടെങ്കിലും അയാൾ നിർബന്ധിച്ച് കേസ് എടുപ്പിക്കുകയാണ്. ഈ സമയം CIക്ക് മോളുടെ കോള് വരുന്നു. മോൾ അച്ഛനോട് വിശേഷങ്ങൾ തിരക്കുന്നു. താൻ ബിവറേജിലാണെന്ന് അയാൾ പറയുന്നു. ഇത്ര രാവിലെ ബിവറേജിൽ പോയിരിക്കുകയാണെന്ന് മോൾ ചോദിക്കുന്നു. അല്ലല്ല, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് CI പറയുന്നു. അച്ഛന്റെ ഫോട്ടോ താൻ പത്രത്തിൽ കണ്ടിരുന്നു എന്നും അവൾ പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇനാഗ്രേഷന്റെ ഫോട്ടോയാണ്. അടുത്ത് തന്നെ അവളുടെ എക്സാം ആണ്. തനിക്ക് പഠിച്ചു മതിയായി എന്നും നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ എന്നും അവൾ അച്ഛനോട് ചോദിക്കുന്നു. എവിടെയാ പോകേണ്ടതെന്ന് CI ചോദിച്ചു. അന്ന് ട്രാഫിക് റിലീസായിരിക്കുന്ന സമയമാണ്. നമുക്ക് ആ സിനിമയ്ക്ക് പോകാമെന്ന് അവൾ പറയുന്നു. താൻ ഈ കേസൊക്കെ തീർത്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ഈ ബിവറേജിൽ നിന്ന് 32 ബിയർ കുപ്പിയും 3-4 വിദേശ മദ്യവുമാണ് പോയിട്ടുള്ളത്. അതിന് കേസെടുക്കാനാണ് CI അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ആ ജനാലിൽ കൂടെ കൈയിട്ട് അവിടെ ഇരിക്കുന്ന വിദേശ മദ്യത്തിൽ നിന്ന് ഒരു കുപ്പി എടുക്കാൻ CI അവിടുത്തെ ഉദ്യോഗസ്ഥനോട് പറയുന്നു. അയാൾക്ക് ഇത് കേസാക്കണമെന്ന് വലിയ നിർബന്ധമാണ്. അയാൾ ആ കുപ്പി പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നു. ജനാലയിൽ കൂടി അയാൾക്ക് എത്ര നോക്കിയിട്ടും ആ കമ്പികൾക്കിടയിലൂടെ അത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. CI ചോദിക്കുന്നു, തനിക്കത് എടുക്കാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടുന്ന് ബിയറിന്റെ കുപ്പി മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ വിദേശ മദ്യം നിങ്ങൾ അടിച്ചു മാറ്റി, എന്നിട്ടത് ഈ കേസിലാക്കാൻ നോക്കുകയാണല്ലോ എന്ന് ആ ഉദ്യോഗസ്ഥനോട് CI കയർത്തു. ശരിക്കും അവിടുന്ന് ആ ബിയർ മാത്രമേ കാണാതെ പോയിട്ടുള്ളൂ. വിദേശ മദ്യ കുപ്പികൾ ഇവർ തന്നെ മാറ്റിയതാണ്. എന്നിട്ട് അത് കേസിൽ ഉൾപ്പെടുത്താൻ നോക്കുകയായിരുന്നു. CI അവിടുന്ന് അയാളോട് ദേഷ്യപ്പെട്ട് ഇത് കേസാക്കണോ എന്ന് ചോദിക്കുന്നു. വേണ്ട എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ആ കേസ് അവിടെ കഴിഞ്ഞു. CI അവിടുന്ന് പോവുകയും ചെയ്തു. അടുത്ത സീനിൽ സ്വപ്നയുടെ ഫോട്ടോസും ആ രേഖാചിത്രവും നോക്കിയിരിക്കുന്ന മനോജിനെയാണ് കാണിക്കുന്നത്. മനോജ് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരുന്നത്. അവന്റെ ബൈക്ക് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. MLA കൊണ്ട് ശുപാർശ വിളിച്ച് പറയിപ്പിച്ചിരിക്കുകയാണ് പയ്യൻ. അയാളോട് മനോജ് ചൂടാവുന്നു. ഒരു ബൈക്ക് ഫൈൻ അടച്ച് എടുത്തോണ്ട് പോകേണ്ടതിന് പകരം MLA കൊണ്ട് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനോട് ചൂടാവുന്നു. ബൈക്ക് എടുത്തോണ്ട് പോകാൻ അവനോട് ഒച്ചയിടുന്നു. ഒന്നാമത് ഈ കേസിന്റെ ടെൻഷനിലാണ് കക്ഷി. അതിന്റെ കൂടെയാണ് ഇതുമാതിരിയുള്ള കേസുകൾ. മനോജ് ഒരു ചായയും കുടിച്ച് എന്തോ ചിന്തയിലാണ്. അങ്ങോട്ടേക്ക് സുനിൽ സൈനു എന്ന് പറയുന്ന ആളെയും കൂട്ടി വരുന്നു. അമ്പലത്തിലെ അടിപിടി കേസിൽ ഉണ്ടായിരുന്ന ആളാണ്. അവനോട് ഷിജുവിനെ കുറിച്ച് പറയാൻ മനോജ് പറയുന്നു. ഷിജുവിനെ കുറിച്ച് ഷൈനുവിനും വലിയ അറിവൊന്നുമില്ല. അവർ 6-7 മാസം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അന്നാണ് അമ്പലത്തിലെ അടിപിടി കേസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ അവർ കാണാറുണ്ട്. അവന്റെ വീട്ടുകാരെ കുറിച്ചോ അഡ്രസ്സോ ഒന്നും തന്നെ സൈനുവിന് അറിയില്ല. പക്ഷേ ഒരു കല്യാണം കഴിക്കുന്ന കാര്യം തന്നോട് ഷിജു പറഞ്ഞിരുന്നുവെന്ന് സൈനു പറയുന്നു. ആ കല്യാണം കഴിഞ്ഞിരുന്നു എന്ന് മനോജ് ചോദിക്കുന്നു. കഴിഞ്ഞു കാണില്ല, കാരണം കഴിഞ്ഞ മാസം താൻ അവനെ കണ്ടിരുന്നുവെന്നും ഇവിടെ അടുത്ത് അവനൊരു തട്ടുകട നടത്തിയിരുന്നുവെന്നും അവിടെ വെച്ചാണ് താൻ അവനെ കണ്ടതെന്നും സൈനു പറയുന്നു. താൻ തന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴാണ് ഷിജുവും അവന്റെ കല്യാണക്കാര്യം പറഞ്ഞു എന്ന് സൈനു പറയുന്നു. ആ പെണ്ണുമായിട്ട് അവൻ കുറെ കാലമായി പ്രണയത്തിലാണ്. കൂടാതെ ആ പെണ്ണിന് ഷിജുവിനേക്കാൾ പ്രായമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് സൈനു ഓർത്തെടുക്കുന്നു. ആ പെണ്ണിന്റെ പേര് സ്വപ്ന എന്നായിരുന്നു പറഞ്ഞതെന്ന് മനോജ് ചോദിക്കുന്നു. സ്വപ്ന എന്നല്ല, ഒരു ക്രിസ്ത്യൻ പേരായിരുന്നുവെന്ന് സൈനു പറയുന്നു. പക്ഷെ അവൻ ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. അവർ ആ തട്ടുകട അന്വേഷിച്ച് പുറപ്പെട്ടു. സൈനു അവർക്ക് ആ തട്ടുകടയുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് രാത്രി മാത്രമായിരിക്കും തുറക്കുകയെന്ന് സൈനു പറഞ്ഞു. അന്ന് താൻ അവനെ കണ്ടത് രാത്രിയിലാണ്. അവർ അടുത്ത് കണ്ട തട്ടുകടയിലെ ചേട്ടനോട് ചെന്ന് കാര്യം തിരക്കുന്നു. ഈ സമയം പ്രതി പോലീസും മറ്റും ആ തട്ടുകട പരിശോധിക്കുന്നുണ്ട്. ആ തട്ടുകടക്കാരൻ ഷിജുവിന്റെ തട്ടുകട തുറന്നിട്ട് കുറച്ചു കാലമായി എന്ന് പറയുന്നു. അതിപ്പോൾ തുറക്കാറില്ല. അതാരോ നടത്തിക്കൊണ്ടിരുന്നതെന്ന് അറിയോ എന്ന് മനോജ് അയാളോട് ചോദിക്കുന്നു. ഇല്ല, തനിക്ക് അറിയില്ല എന്നും, കാരണം ആ തട്ടുകട രാത്രിയിലും തന്റേത് പകലുമാണ് തുറക്കുന്നതെന്നും പറയുന്നു. ആരോട് ചോദിച്ചാൽ അയാളുടെ കാര്യം അറിയാൻ പറ്റുമെന്ന് മനോജ് ചോദിക്കുന്നു. അത് ഈ തട്ടുകടയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ദേവസ്വം ചേട്ടനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് ആ കടക്കാരൻ പറയുന്നു. അവർ അപ്പോൾ തന്നെ ദേവസ്വം ചേട്ടന്റെ അടുത്തെത്തുന്നു. ദേവസ്വം ചേട്ടൻ ഷിജുവിനെ കുറിച്ച് പോലീസിനോട് പറയുന്നു. അവൻ വെറും ഷിജു അല്ല, സ്റ്റാർ ഷിജു ആണെന്ന് ദേവസ്വം ചേട്ടൻ പറയുന്നു. അതെന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് മനോജ് ചോദിക്കുന്നു. കാരണം കുറച്ചുനാൾ അവൻ ഫോർട്ടോച്ചിയിലെ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ സ്റ്റാർ ഷിജു എന്ന് വിളിക്കുന്നത്. ഷിജു എറണാകുളത്ത് ആദ്യം ജോലി ചെയ്ത ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടൽ. അവനെ കുറിച്ച് വേറെന്തെങ്കിലും അറിയാമോ എന്ന് ദേവസ്വം ചേട്ടനോട് അവർ ചോദിക്കുന്നു. ഇല്ല, തനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നും ദേവസ്വം ചേട്ടൻ പറയുന്നു. ഈ തട്ടിന്റെ കാശ് വാങ്ങാൻ എന്ത് ചെയ്യുമെന്ന് മനോജ് ദേവസ്വം ചേട്ടനോട് ചോദിക്കുന്നു. അത് അവനിങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല എന്ന് അയാൾ പറയുന്നു. ഇനിയിപ്പോൾ എവിടെ ചെന്നാൽ അവനെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവൻ എറണാകുളത്ത് വന്നപ്പോൾ ആദ്യം ജോലിക്ക് കയറിയത് ഈ സ്റ്റാർ ഹോട്ടലിലാണ്. ചിലപ്പോൾ അവിടെ ചെന്നാൽ അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന്
അദ്ദേഹം പറയുന്നു. അവർ സ്റ്റാർ ഹോട്ടൽ അന്വേഷിച്ച് അതിന്റെ ഓണറുടെ അടുത്തെത്തി. പക്ഷേ തങ്ങളുടെ ആ ഹോട്ടൽ നിർത്തിയിട്ട് 2-3 കൊല്ലമായെന്നും ചുറ്റും വലിയ വലിയ ഹോട്ടലുകൾ വന്നപ്പോൾ കച്ചവടം കുറഞ്ഞപ്പോൾ നിർത്തിയതാണെന്നും അതിന്റെ ഉടമസ്ഥൻ പറയുന്നു. അയാളുടെ അച്ഛനായിരുന്നു ഈ ഹോട്ടലെല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അയാൾ ആ ഹോട്ടലെല്ലാം നിർത്തി ഫോട്ടോസ്റ്റേറ്റ് കടയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അവൻ എത്ര കാലം ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് അവർ ചോദിക്കുന്നു. ഒരു 2000-ലാണ് അവൻ എറണാകുളത്ത് വന്നതെന്നും അതിൽ പിന്നെ ഒരു 6 കൊല്ലം തങ്ങളുടെ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നുവെന്നും അയാൾ പറയുന്നു. അതിനുശേഷം അവൻ ഇവിടെ നിന്ന് പോയി. അവന്റെ ഒരു ചേട്ടനാണ് അവൻ ഇവിടെ കൊണ്ട് നാക്കിയതെന്നും അയാൾ പറയുന്നു. ഷിജുവിന്റെ ചേട്ടന് അച്ഛന് പരിചയമുണ്ടായിരുന്നുവെന്ന് അവർ ചോദിച്ചു. അവന് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അയാൾ പറയുന്നു. അവന്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് അവർ അയാളോട് ചോദിക്കുന്നു. ഇല്ല, അതൊന്നും കയ്യിലില്ല എന്നും, പക്ഷേ അവൻ തിരുവനന്തപുരത്തുകാരനാണെന്ന് മാത്രം അറിയാമെന്ന് അയാൾ പറയുന്നു. തിരുവനന്തപുരത്തുകാരനോ എന്ന് മനോജ് ചോദിക്കുന്നു. അതെ, അച്ഛൻ പറഞ്ഞ് അതറിയാമെന്ന് അയാൾ പറയുന്നു. അയാളുടെ അച്ഛൻ അയാളോട് പറഞ്ഞിട്ടുള്ളതാണ് ഷിജു തിരുവനന്തപുരത്തുകാരനാണെന്ന്. ആ ഹോട്ടൽ നിർത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഒരു ഗോഡൌണിൽ തട്ടിയിട്ടുണ്ടെന്നും അത് പരിശോധിക്കണമെന്ന് അയാൾ പോലീസിനോട് ചോദിക്കുന്നു. ഇനിയിപ്പോ അത് മാത്രമായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നതെന്നും അത് പരിശോധിക്കാനും കൂടെ ഉണ്ടായിരുന്നവരോട് മനോജ് പറയുന്നു. സാർ ടെൻഷൻ ആവണ്ടെന്ന് പ്രതി പോലീസ് മനോജിനോട് പറയുന്നു. ടെൻഷനല്ല, വളരെ പെട്ടെന്ന് തെളിയിക്കാമെന്ന് കരുതിയ കേസാണ്. പക്ഷേ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് അറിയില്ല. മൊത്തത്തിലൊരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നുന്നുവെന്ന് മനോജ് അവരോട് പറയുന്നു. സാറേ, അങ്ങനെയൊന്നുമില്ല, നമ്മൾ അവനെ പൊക്കിയിരിക്കുമെന്ന് പ്രതി പോലീസ് മനോജിനോട് പറയുന്നു. സാറ് കുറച്ചു നേരം വീട്ടിൽ പോയി വൈഫിന്റെ അടുത്തൊക്കെ ഒന്ന് ഇരിക്കുക, മനസ്സൊന്ന് ശാന്തമാക്ക്, ഗോഡൌണിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പ്രതി പോലീസ് മനോജിനോട് പറയുന്നു. മനോജ് അവിടുന്ന് പോകുന്നു. പ്രതി പോലീസും സുനിലും വിനുവും ആ കടയുടെ ഓണറുമായി ഗോഡൌണിലേക്കും പുറപ്പെടുന്നു. ഈ സമയം CI തന്റെ മോളുമായി സിനിമ കാണാൻ പോയിരിക്കുകയാണ്. ആ കടയുടെ ഓണർ പോലീസുകാരുമായി ആ ഗോഡൌണിലെത്തി. മനോജിന് ACP ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ അവൻ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് അവിടുന്നുമല്ല. എന്താണ് തങ്ങളുടെ കേസിന് പറ്റിയതെന്ന് ഓർത്ത് അവൻ ആ കേസിന്റെ ആലോചനയിൽ തന്നെയാണ്. പ്രതി പോലീസും മറ്റും ആ ഗോഡൌൺ അരിച്ചു പെറുക്കാൻ തുടങ്ങി. അവിടെ ആ ഹോട്ടലിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ അവർ അരിച്ചു പെറുക്കാൻ തുടങ്ങി. മീറ്റിംഗ് കഴിഞ്ഞ് മനോജ് വീട്ടിലെത്തി. അവിടെ അവന്റെ ഭാര്യ പഠിക്കുകയാണ്. അവൻ അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ നേരത്തെ വീട്ടിൽ വന്നത് കണ്ട് അവൾക്ക് വളരെ അത്ഭുതമായി. എന്താ നേരത്തെ വീട്ടിൽ വന്നിരിക്കുന്നെന്ന് അവൾ ചോദിച്ചു. ഇപ്പോഴും ആ കേസിന്റെ പുറകെ തന്നെയാണെന്ന് അവൻ പറയുന്നു. ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴെന്നും അവൻ പറയുന്നു. കേസ് സ്റ്റക്കായിരിക്കുകയാണല്ലേ എന്ന് അവൾ ചോദിച്ചു. ഈ സമയം സുനിലിന്റെ കോള് മനോജിന് വരുന്നു. അവൻ എപ്പോഴും ആ ഗോഡൌണിലാണ്. തനിക്ക് ഒരു കുഞ്ഞു പറഞ്ഞെന്നും അതിന്റെ സന്തോഷ വാർത്ത പറയാനാണ് അവൻ മനോജിനെ വിളിച്ചത്. മനോജ് അവനോട് കൺഗ്രാറ്റ്സ് പറയുന്നു. കുഞ്ഞിനെ പോയി കണ്ടില്ലേ എന്നും ചോദിക്കുന്നു. ഇല്ല, താൻ ഗോഡൌണിലാണുള്ളതെന്ന് അവൻ പറയുന്നു. അത് പ്രതി പോലീസും വിനുവും നോക്കിക്കോളും, താൻ വേഗം കുഞ്ഞിനെ പോയി കാണാനും മനോജ് പറയുന്നു. അവൻ മനോജിനോട് താങ്ക്സ് പറയുന്നു. മനോജ് വീണ്ടും എന്തോ ആലോചനയിലേക്ക് പോയി. എന്താ ആലോചിക്കുന്നതെന്ന് വൈഫ് ചോദിക്കുന്നു. ഞാൻ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചതാണെന്ന് അവൻ പറയുന്നു. നമുക്കിപ്പോൾ കുട്ടിയൊന്നും വേണ്ടെന്നും തനിക്കൊരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ മതിയെന്ന് അവൾ പറയുന്നു. താൻ സുനിലിന്റെ കുഞ്ഞിനെ കുറിച്ചാണ് ആലോചിച്ചതെന്ന് അവൻ പറയുന്നു. അവൻ അവളെ കളിയാക്കുന്നുണ്ട്. ഈ സമയം ഗോഡൌണിൽ കയ്യിൽ കിട്ടിയ ഒരു കടലാസ് കഷ്ണവും അവർ വെറുതെ കളയുന്നില്ല, എല്ലാം അരിച്ചു പെറുക്കുകയാണ്. CI മോളുടെ കൂടെ സിനിമയെല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ജോളിയായിട്ട് ഇരിക്കുകയാണ്. മനോജ് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി വന്ന് ഒരു ചായയും കുടിച്ച് വീടിന്റെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ഈ സമയം ബിനുവിന്റെ കയ്യിൽ കുറച്ച് പഴയ ചീട്ടുകൾ കിട്ടുന്നു. അവന്റെ കണ്ണ് അതിലൊരു ചീട്ടിൽ ഉടക്കുന്നു. എന്തോ കടത്തിന്റെ ചീട്ടാണ്. ആ ചീട്ടിന്റെ താഴെ ഷിജുവിന്റെ അഡ്രസ്. ഷിജു, ചോലയിൽ വീട്, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം. അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നു. അവൻ അപ്പോൾ തന്നെ ആ ചീട്ടെടുത്ത് പ്രതി പോലീസിനെ കാണിക്കുന്നു. അവർക്കിതാ ഷിജുവിന്റെ അഡ്രസ് കിട്ടിയിരിക്കുന്നു. അവർ ഈ കഷ്ടപ്പെട്ടതിനെല്ലാം ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രതി പോലീസ് മനോജിനെ വിളിച്ച് കാര്യം പറയുന്നു. ഈ സമയം ഒരാൾ എങ്ങോട്ട് പോകാൻ റെഡിയാവുന്നത് കാണിക്കുന്നു. അയാൾ മുടിയൊക്കെ ചെക്കി ഷർട്ടൊക്കെ ഇട്ട് ഒരു നിലവിളക്കും കൊളുത്തി വെച്ച് എങ്ങോട്ട് പുറപ്പെടുന്നു. അയാളുടെ പുറകുവശം മാത്രമാണ് കാണിക്കുന്നത്. ആ രൂപത്തിൽ നിന്ന് അയാൾ ഷിജുവാണോ എന്ന് നമുക്ക് തോന്നുന്നു. ഈ സമയം CI കാണിക്കുന്നു. CI മോളുടെ കൂടെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിപ്പാണ്. അപ്പോഴാണ് മനോജിന്റെ കോള് വരുന്നത്. മനോജ് വിളിച്ച് ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെന്നും താനത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെയുള്ള അഡ്രസ്സ് ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. ഈ സമയം ആ മറ്റേയാൾ ഒരു ഇറച്ചിക്കടയിൽ എത്തുന്നു. കണ്ടിട്ട് കുറെ നാളായാലും എന്ന് അയാളോട് കടക്കാരൻ ചോദിക്കുന്നു. ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ എന്ന് ഈ വന്നയാൾ കടക്കാരനോട് പറയുന്നു. തനിക്കൊരു ചെറിയ കോഴി വേണമെന്നും അയാൾ പറയുന്നു. അയാൾ അവിടെ മാത്രം എന്താണ് ഒറിജിനൽ അഡ്രസ് കൊടുത്തതെന്ന് CI മനോജിനോട് ചോദിക്കുന്നു. അത് ഷിജു ആദ്യമായി ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോൾ അവിടെയായിരുന്നു ജോലി ചെയ്തതെന്നും പിന്നീട് അവൻ ഉടായ്പ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ ഫേക്ക് അഡ്രസ് കൊടുത്തു തുടങ്ങിയതെന്നും മനോജ് പറയുന്നു. എന്തായാലും അവന്റെ ഒറിജിനൽ അഡ്രസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ താൻ എടുത്തു കാടില്ലെന്നും സാർ ഓർഡർ ഇടുവാണെങ്കിൽ താൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാമെന്നും അവൻ പറയുന്നു. CI അവന് പെർമിഷൻ കൊടുക്കുന്നു. താൻ വെഞ്ഞാറമൂട് SI വിളിച്ച് പറയാമെന്നും നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളാനും CI പറയുന്നു. ഷിജു ഓടിത്തളർന്ന് അവിടെ തന്നെ എത്തിയിട്ടുണ്ടാവുമെന്ന് CI പറയുന്നു. എന്തായാലും CIക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഈ സമയം ആ കോഴിക്കടയിൽ നിന്നും കോഴിയും വാങ്ങി അയാൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നു.
അടുത്ത സീനിൽ സുനിലിന്റെ കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭാര്യയുടെ അടുത്തുണ്ട്. അവർ നല്ല ഹാപ്പിയാണ്. ആ സമയം തന്നെ സുനിലിന്റെ കോള് വന്നു. വെഞ്ഞാറമൂട് പോകാനുള്ള കോളാണത്. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. മനോജും പ്രദീപ് പോലീസും സുനിലും വിനുവുമാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഒരു പോലീസ് ജീപ്പിൽ യാത്ര ആരംഭിച്ചു. അവിടെ നിന്ന് വെഞ്ഞാറമൂട് പോലീസും അവരുടെ കൂടെ ചേർന്നു. അവർ ഷിജുവിന്റെ വീടിരിക്കുന്ന സ്ഥലത്തെത്തി. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഷിജുവിന്റെ വീട് കാണാം. അവർ അവിടെ നിന്ന് ആ വീട് നിരീക്ഷിച്ചു. കുറച്ച് ഉൾ സൈഡിലായിട്ടാണ് വീട്. അവർ മരങ്ങൾക്കിടയിലൂടെ വീട് ലക്ഷ്യമാക്കി നടന്നു. നല്ല ഇരുട്ടാണ്. അവർ ഏകദേശം ആ വീടിനടുത്തുള്ള വഴിയിലെത്തി. മനോജ് സുനിലിനെ വിളിക്കുന്നു. എന്നിട്ട് വീടിനടുത്തേക്ക് പോയി നോക്കാൻ പറയുന്നു. വിനു ആണെങ്കിൽ ഒരവസരത്തിന് കാത്തിരിക്കുകയാണ്. ഇതറിയാവുന്ന സുനിൽ മനോജിനോട് വിനു പോകുമെന്ന് പറയുന്നു. അവർ വിനുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. വിനു പതിയെ ആ വീടിനടുത്തെത്തി. ഒരു ജനാലിലൂടെ അകത്തേക്ക് നോക്കി. ആ റൂമിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നു. അവൻ അടുത്ത റൂമിന്റെ ജനാല പതിയെ തുറന്നു. അവിടെ അതാ രണ്ടുപേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പെട്ടെന്ന് അവിടെ ഇരിക്കുന്നയാൾ ഇരുന്ന് നോക്കാൻ പോയി. അവൻ പെട്ടെന്ന് ആ ജനാല അടച്ചു. പെട്ടെന്ന് അവൻ നിൽക്കുന്ന അവിടുത്തെ ലൈറ്റ് തെളിഞ്ഞു. ഇത് മനോജും കൂട്ടരും കാണുന്നുണ്ട്. വിനുവിനെ വിടേണ്ടിയിരുന്നില്ലെന്ന് പ്രദീപ് പോലീസ് പറയുന്നു. അവര് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഈ സമയം വിനു അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അവരടുത്ത് വന്ന് അവിടെ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും അതിലൊരു പ്രായമുള്ളയാൾ അത് ഷിജുവിന്റെ ചേട്ടനായിരിക്കാമെന്നും മറ്റേത് മിക്കവാറും ഷിജു ആയിരിക്കുമെന്നും അവൻ പറയുന്നു. അതോടെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. അവർ ആ വീടിന്റെ ഡോറിനരികിലെത്തി. ആ ഡോർ തട്ടുന്നു. ആരോ വന്ന് ആ കതക് തുറക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.